ആള് നല്ല മൂഡിലും നല്ല സ്നേഹത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ വിളിച്ച ഇങ്ങനെ വിളിയേക്കും, വിളിച്ചാൽ ഓടി വരും. അതേപോലെ നമ്മൾ ഉമ്മയൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. പഞ്ചപാവമായിരിക്കും. പക്ഷെ ചില സമയത്ത് കാലേ വരി നിലത്തടിക്കാൻ തോന്നും. അമ്മാതിരി കുരുത്തക്കേടാട്ടോ അവൻ കാണിക്കുന്നത് ഓറിയോ. കുഞ്ഞമ്മ അതാ പൂ പറിക്കാൻ പോവാട്ടോ. എന്നും കുഞ്ഞമ്മ ഇങ്ങനെയാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഒരു റൗണ്ട് പൂ പറിക്കാൻ പോകും. എല്ലാ പൂവും കൂടെ കളക്ട് ചെയ്തിട്ട് മാല കെട്ടിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഭഗവാന് ചാർത്താനുള്ള പൂവായിട്ട് പോകും കേട്ടോ. ഒരു റൊട്ടീനാണത്. മാങ്ങ എടുത്തിട്ട് വാങ്ങോ, ഉള്ള പോങ്കോ, കൊഞ്ചം മാങ്ങ എടുത്തിട്ട് വാങ്ങോ, ഇങ്ങ പാറുങ്കോ, ഉള്ള പോയി മാങ്ങ എടുത്തിട്ട് വാ. മാങ്ങ എനിക്ക് ഈ ചക്ക മാങ്ങ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ എത്ര തിന്നാലും എനിക്ക് മതിയാവത്തില്ല കേട്ടോ. നമ്മൾ കൊച്ചടുക്കള വെച്ചതിന് ശേഷം പാലുകാച്ചിന് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്ന കുക്കിംഗ് ഒക്കെ ഇവിടെയാണ്. നമ്മൾ മെയിൻ അടുക്കളയിലല്ല. എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. മാങ്ങ സീസണായ കിലോ കണക്കിന് മാങ്ങ ഞാൻ വാങ്ങിച്ചു വെക്കും. കഴിഞ്ഞ വർഷം 10-15,000 രൂപയ്ക്ക് ടോട്ടൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നത്തെ വർഷം അതിലും കൂടുതലാട്ടോ വാങ്ങിച്ചത്. ഇങ്ങനെ കണ്ട ഇടിച്ചു കുത്തി മഴ പെയ്യാൻ പോകുന്നതായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ എല്ലാം കാറ്റ് കൊണ്ടുപോയി കേട്ടോ. നമ്മളിങ്ങനെ കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ ഈ മഴയുടെ ഗതി മാറിപ്പോകുന്നാണ് പറയുന്നത്. പിന്നെ ഇങ്ങനെ വാരി പെറുക്കി തിന്ന് നടക്കും. നാട്ടിൽ പോയി പിന്നെ ഡയറ്റും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ കുട്ടാപ്പി പ്രസവിച്ച കുട്ടിയാണ്. കുട്ടാപ്പിയുടെ ആദ്യത്തെ പ്രസവമായിരുന്നു. 3 കുട്ടികളുണ്ടായിരുന്നു. ഒരെണ്ണം പ്രസവത്തിൽ മരിച്ചു. ബാക്കി 2 പേരുണ്ടായിരുന്നു. പക്ഷേ ഈ 2 പേരും ഇപ്പോൾ ഇല്ല. കാരണം അവർക്ക് എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് വന്ന് നമ്മൾ മാക്സിമം നോക്കി. പക്ഷേ ഈ 2 പേരും ഇല്ല ഗൈസ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇതാണ് നമ്മുടെ കുട്ടാപ്പി കേട്ടോ. അവളുടെ ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് അവളെ ഇങ്ങനെ കൊണ്ടുവന്നതാണ്. ഇവിടെ ഇപ്പോൾ നാട്ടിലാണ് നിൽക്കുന്നത്. സേഫായിട്ട് നിൽപ്പുണ്ട്.